ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞങ്ങളും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാവേ, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടായിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ, ഇത് ഫുള്ള് കാണാതെ വന്നിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും അറ്റോ മുറ്റോ മുറിയും കാണും. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോകും. എന്നേച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യും, അരയും മുറിയും കേട്ടിട്ട്. എന്നുവെച്ചിട്ട് പറയും, എൻ്റെ പൊന്നെ ഏത് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇടുന്നതൊക്കെ ചുമ്മാ ഫേക്ക് വീഡിയോയാ, ഞങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതുപോലെ തന്നെ പറയും, ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് ഒരു 5-6 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യും. പിന്നെ അതിന് വിശ്വാസവും ഇല്ലാതെ, അയ്യോ ഞാൻ 5 പ്രാവശ്യം ചെയ്തിട്ടും എനിക്ക് ഒരു ഫലവും ഉണ്ടായില്ല, വെറുതെ ചെയ്യുന്ന ഇവർക്ക് ചുമ്മാ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ധാരണയോടൊക്കെ കൂടി ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കൊന്നും ഒരു ഫലവത്താകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തായാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയുണ്ട്. അത് ഏത് കുടുംബത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ 1 സെൻറ്റിൽ ഒരു വീട് വെച്ചോട്ടെ, അവിടെയാണെങ്കിൽ പോലും ഈ വാസ്തുവിൻ്റെ പ്രശ്നവും എല്ലാം ഉണ്ട്. പിന്നെ ചിലർ നോക്കും, ചിലർ നോക്കത്തില്ല. ഉടനെ നിങ്ങളാണെങ്കിലും ഇപ്പം വന്ന് നെഗറ്റീവ് വന്ന് പറയും. എന്നാണെന്നറിയാമോ, അംബാനിയും രവിപിള്ളയും യൂസഫ് അലി അങ്ങനെയുള്ള പ്രമുഖരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് വീട് പണിയുന്നത്. ഏക്കറോളം കണക്കിനിരിക്കുന്ന വീടുകൾ അവർക്ക് എന്തുമാത്രം ഉണ്ട്, അവർക്ക് ഇതൊന്നുമില്ലേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളവനൊന്നും ഒരിക്കലും പ്രശ്നങ്ങളില്ല. അവർക്ക് മറ്റുള്ള മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ കഴിഞ്ഞ് 100 ഇരട്ടി കാണും. നമുക്കതിൻ്റെ ഒരു അംശമേ കാണത്തുള്ളൂ. എല്ലാവർക്കും എല്ലാ പ്രശ്നവും ഉണ്ടെന്നേ. എല്ലാ പ്രശ്നങ്ങളും ഒന്നും കാശ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത എത്രയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേങ്കിൽ നമ്മളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഭാഗ്യവാന്മാരാ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകും. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു വിശ്വാസം വേണം. അല്ലാതെ വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ സന്ധ്യ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് വെക്കുന്ന ഒരു സമയം നോക്കി തേങ്ങ ഉടയ്ക്കരുത്, അതുപോലെ ഇടിക്കരുത്. ഇന്നത്തെ കാലത്ത് ഇടിയും പൊടിയും വറവലും ഒന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കല്ലിൽ തുണി അടിച്ച് നനയ്ക്കരുത്, വിറക് കീറലൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നോക്കുന്നവരുണ്ട്. ഇന്നത്തെ തലമുറ ഇതൊന്നും നോക്കാറില്ല. അതായത് ഒരു 10-25 വർഷം ഇപ്പുറത്തോട്ട് ആരും നോക്കാറില്ല. ഒരു 2000-ന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ല. പക്ഷെ പഴയത് എൻ്റെയൊക്കെ ഏജൊക്കെ ഉള്ളവർ, അല്ലെ എന്നെ കഴിഞ്ഞും കുറച്ചുകൂടി ഏജ് കുറവുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അതൊന്നും ആരും ഇപ്പം വിശ്വാസത്തിലെടുക്കില്ല. കൈ കാശുണ്ടോ എല്ലാം ഓക്കെ ആയെന്നുള്ളൊരു വിശ്വാസക്കാരാണ് ഇപ്പോൾ ഉള്ളത്, ന്യൂ ജനറേഷനിലെ ആൾക്കാർ. അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കുടുംബത്തുണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം പ്രശ്നങ്ങളിലോട്ട് വന്നുവിടും. എത്ര പേര് കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് ആകാതെ ഒരു 100 പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കണക്ക് വെച്ചാണ് ഒരു 70% ആൾക്കാരുടെ കുടുംബത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുമാകാം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതിൻ്റെ അകത്തുണ്ടല്ലോ, നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മൂലയുണ്ട് അല്ലേ? 4 മൂലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല സൈഡാണ് കന്നിമൂല. അതുപോലെ തന്നെ നമ്മൾ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ അങ്ങനെ ഓരോ സൈഡിനും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. ചിലർ കൊണ്ടുപോയി സ്ഥാനം നോക്കാതെ കൊണ്ടുപോയി കിണർ കൊണ്ടുപോയി നേരെ ഫ്രണ്ടിൽ കൊണ്ട് കുത്തും, അല്ലെ കുളം കൊണ്ടുപോയി കുത്തും. വീടിൻ്റെ ഫ്രണ്ടിലോ വീടിൻ്റെ സൈഡിലോ കിണർ കുത്തുന്നത് കൊണ്ടോ വെള്ളം എടുക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതെപ്പോഴും ഒരു സ്ഥാനം കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. സ്ഥാനം നോക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. ചിലർ പറയില്ല, ഞങ്ങളുടെയൊക്കെ കാലത്തെല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു, സ്ഥാനം നോക്കിയിട്ടാണ് കിണർ കുഴിക്കുന്നത്. അപ്പം ചില സ്ഥലത്ത് കിണർ കുഴിക്കുകയോ കുളം കുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറച്ചി മീനും ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് വെള്ളം കോരിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വല്ല പട്ടിയോ പൂച്ചയോ എലിയോ പാമ്പോ ഒക്കെ ചത്ത് കിടക്കും. ഞങ്ങളുടെ ഒരു വീട്ടിലെ പറമ്പിൽ അങ്ങനെയായിരുന്നു. വെള്ളിയാമറ്റത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റത്തില്ലായിരുന്നു, ഇങ്ങനെ മേലാതിരിക്കുമ്പം. അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തുള്ളവർ പറഞ്ഞാൽ വിശ്വാസമില്ല. അവർ പറയും ഉടനെ വലയിട്, എന്തിനാ ഈ വെള്ളം എടുക്കുന്ന, കുടിവെള്ള പദ്ധതിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു, അല്ല എന്തും ആയിക്കോട്ടെ, നമ്മളെ കൺമുമ്പിൽ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ വയ്ക്കും, എപ്പോഴും നോട്ടം ചെല്ലാൻ വേണ്ടി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കന്നിമൂല സൈഡിൽ നടാൻ പാടില്ലാത്തതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, വിശദമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്ന്. കന്നിമൂലയിൽ മഞ്ഞൾ, തുളസി, മന്ദാരം ഇത് വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, കന്നിമൂല സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം.
ഏറ്റവും വലിയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടഭാരമായിക്കോട്ടെ, മനപ്രയാസമായിക്കോട്ടെ, കുടുംബ പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, മക്കളുടെ ഒരു പ്രശ്നമായിക്കോട്ടെ, ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മക്കളുടെയൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ ആ പ്രശ്നമായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മൾ കന്നിമൂലയിൽ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കന്നിമൂല സൈഡുണ്ടല്ലോ എപ്പോഴും അടിച്ചും വാരിയും വൃത്തിയാക്കിയിട്ടേക്കണം. ചിലർ ഈ കന്നിമൂലേന്നോ ഇങ്ങനെയൊന്നും നോക്കിയാലും മീൻ വെട്ടിയാലും ഇറച്ചി കഴിയാലും എല്ലാം ഇതാണ്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് വിട്ടേക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കന്നിമൂല സൈഡിനുണ്ടല്ലോ ആർക്കും ദോഷമില്ലാത്ത കാര്യമല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞു തരാവേ. നമ്മളെ വേറെ പാത്രം ഒന്നും വെക്കണ്ടെന്നേ, ഒന്നും വേണ്ട. ചുമ്മാ ചിരട്ടയില്ലേ, കണ്ണം ചിരട്ടയായിരിക്കരുത് കേട്ടോ, അത് കൊള്ളത്തില്ല, ദോഷമാണ്. കണ്ണം ചിരട്ട വെള്ളം എടുത്ത് വെക്കരുത്. അല്ലാത്ത മറ്റേ ചൂട് ഭാഗമില്ലേ, ആ ചൂട് ഭാഗത്തിൽ ഒരു പാത്രം വെള്ളം അങ്ങ് ആ കന്നിമൂലയുടെ മൂല സൈഡ് ചേർത്ത് ഇങ്ങനെ അങ്ങ് കുഴിച്ചങ്ങ് വെച്ചേക്കണം. ഭയങ്കരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും കന്നിമൂലയിൽ ചിരട്ടയിൽ വെള്ളം വെക്കുന്നത്. കാരണം നമ്മൾ പാചകം ചെയ്ത് കൊള്ളികാലാത്ത പാത്രത്തിലൊന്നും വെക്കണ്ട കേട്ടോ. ഒരു കുഞ്ഞു ചിരട്ടയിൽ ഇത്രയുള്ളൊരു കുഞ്ഞു ചിരട്ടയിൽ വെള്ളം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ അവിടെ നടേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാവേ. നമ്മുടെ കന്നിമൂലയിൽ ഏറ്റവും നല്ലത് നടാനായിട്ടും നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതും സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി തരുന്നതുമാണ് ചെന്തെങ്ങിന് ഒരു തൈ മേടിച്ച് നട്ടോന്നേ യാതൊരു കുഴപ്പവും വരത്തില്ല. അത് വളരും തോറും നമ്മുടെ കടബാധ്യതകളെല്ലാം തീർന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് വരുവേ. അപ്പം നിങ്ങൾ ചോദിക്കും ഈ അംബാനിയൊക്കെ ഇത് നട്ടിട്ടാണോ എന്ന്. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ട. അംബാനിയുടെ കാര്യം നോക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ സ്ഥലം കണ്ടെന്ന് വരില്ല തെങ്ങ് വെക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ തെങ്ങല്ലാതെ ചെറിയൊരു സാധനം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എളുപ്പമെന്ന് നടാം. ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും നടാം. ആ കന്നിമൂല സൈഡിന് മണ്ണുണ്ടെങ്കിൽ മണ്ണിലും മൂലയ്ക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കറ്റാർവാഴ വെക്കുന്നതിന് ഇത്ര വലിയ സ്ഥലവും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. ഇനിയിപ്പം കന്നിമൂല സൈഡിന് മണ്ണില്ലെങ്കിൽ നിങ്ങളൊരു ചട്ടിയിൽ, ഒരു ചെടിച്ചട്ടിയിലാണെങ്കിലും നട്ടു വെച്ചാൽ മതി. അതിൻ്റെ ഓരോ ഇല വരുന്നതനുസരിച്ചുണ്ടല്ലോ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങളോട്. ഇത് ചെയ്യാതിരിക്കരുത്, എല്ലാവരും ചെയ്യണമെന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ള ഒരു ചുമ്മാ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടാങ്ക് എടുക്കുക, അതിൻ്റെ അകത്തൊരു 3/4 ഭാഗം മണ്ണ് നിറയ്ക്കുക. എന്നിട്ട് ചെറിയൊരു കമ്പില്ലേ, ചെറുത് എന്ന് വെച്ചാൽ മുളച്ചു പൊങ്ങുന്ന ഒരു കമ്പ്, ഇപ്പം ചീമക്കൊന്നയോ മുള നമ്മൾ വെച്ചാൽ അധികം താമസിക്കാതെ എളുപ്പം വളരുന്നൊരു സാധനം ചീമക്കൊന്ന. അപ്പോൾ ഈ ഒരു ചീമക്കൊന്നയുടെ കമ്പ് വെട്ടി കുത്തുക, അല്ലെങ്കിൽ മുളയ്ക്കുന്ന ഏതെങ്കിലും ആയിക്കോട്ടെ ഒരു കമ്പ് വെട്ടി കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വെറ്റിലയുടെ തണ്ട്, അതായത് വെറ്റിലയുടെ ഞാറുവാല്, വെറ്റില ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടായി പോവുകയെ. അപ്പോൾ അതിൻ്റെ ഞാറുവാല് ഇങ്ങനെ താഴോട്ട് വേരുമായിട്ട് ഇങ്ങനെ തൂങ്ങി വരും. അതിൻ്റെ ഉണ്ടല്ലോ ഒരു ഇത്രയും നീളത്തിലൊരു ഞാറുവാലി, അതായത് ഇതിൻ്റെ ഈ എന്നാ നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. ഞങ്ങൾക്ക് ഇടുക്കിയിലുള്ളവർക്കും അല്ലെങ്കിൽ ഈ വെറ്റയും കൂടിയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ പറയും ഇതിനെ ഈ നടുന്നതിന് ഈ ഞാറുവാലി ഇങ്ങനെ വരും. അപ്പോൾ അതൊരു ശകലം ഇങ്ങനെ കണ്ടിച്ചിട്ട് വേരോട് കൂടി കണ്ടിച്ചിട്ട് മണ്ണിലിങ്ങനെ കുഴിച്ചു വയ്ക്കുക. പക്ഷേ ഉണ്ടല്ലോ അത് വളരുന്നതും അതിൻ്റെ നാമ്പിടുന്നതും അതിൻ്റെ ഇല മുളയ്ക്കുന്നതും അനുസരിച്ച് നമ്മുടെ അഭിവൃദ്ധിയിലോട്ട് കയറി വരും. ഈ 3 കൂട്ട സാധനം അതിലേറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ വെറ്റക്കൊടിയും കറ്റാർവാഴയും. ചിലപ്പോൾ സ്ഥലമില്ലാത്തവർ 1 സെൻറ്റിലോ അല്ലെ 3/4 സെൻറ്റിലോ ഒക്കെ വീട് വയ്ക്കുന്നവർക്ക് ചിലപ്പം തെങ്ങ് വയ്ക്കാനൊന്നും സ്ഥലം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഈ വെറ്റില ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കന്നിമൂല സൈഡിന് വെക്കാനായിട്ട് പറ്റത്തില്ലെന്ന് കൂട്ടിക്കോ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു വെറ്റില ഇത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടേന്നേ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. ഇത് മുളയ്ക്കുന്നതനുസരിച്ച് നിങ്ങൾ അഭിവൃദ്ധിയിലോട്ട് വരും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇത് ഉണങ്ങുവോ പഴുത്തു പോകുവോ നശിച്ചു പോവുകയോ ചെയ്താൽ നിങ്ങളവിടെ വെച്ചേക്കരുത്. ഇത് പറിച്ച് ദൂരെ കളഞ്ഞേക്കണം. എന്നിട്ട് വേറെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. അല്ലെ ഉണങ്ങിയിട്ട് അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർക്കരുത്. അപ്പോൾ അത് ഉണങ്ങുകയും അഴുകുകയും ചെയ്യുകയും അനുസരിക്കുന്ന നമ്മുടെ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് പോകാനുള്ളൊരു പ്ലാനാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം നമ്മളത് പിഴുത് മാറ്റിക്കളഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് 10-20 ദിവസം കഴിഞ്ഞിട്ട് എവിടുന്നേലും ഒരു തണ്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുവോ അല്ലെ ഒരു കറ്റാർവാഴ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യണം കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. നിങ്ങൾക്കിപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പം ഇനിയിപ്പം അടുത്ത ദിവസം അടുത്ത സൈഡിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് പറയാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. അന്ധവിശ്വാസം പരത്തുവാന്ന് ഒന്നും പറയണ്ട കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
അത് വെച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. ജ്യോത്സ്യം പറയാനോ എടുക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. അതൊക്കെ വലിയൊരു പ്രശ്നത്തിലോട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.